ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. സന്താനം നായകനായി അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം മൂപ്പര് ദില്ലിക്ക് ദുഡ് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ഒരു ഹൊറർ കോമഡി പടം. അത് ഹിറ്റായി കണ്ടപ്പോൾ അത് തുടർന്ന് കുറച്ച് പടങ്ങൾ ഇറങ്ങി. അതിൻ്റെ ആ കൂട്ടത്തിൽ ഇറങ്ങിയൊരു പടം ഫ്ലോപ്പായി കഴിഞ്ഞപ്പോൾ അത് ഒന്നുകൂടി റീബൂട്ട് ചെയ്തിട്ട് DD റിട്ടേൺ എന്ന് പറഞ്ഞിട്ടൊരു പടം ഇറക്കി. അത് ഹിറ്റായി കണ്ടപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം DD നെക്സ്റ്റ് ലെവൽ പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു വേസ്റ്റ് പരിപാടി ഇയാൾ എന്തിനാ കാണിക്കണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം സന്താനം നല്ലൊരു കൊമേഡിയനായിരുന്നു, അത്യാവശ്യം നന്നായി അഭിനയിക്കാറുള്ളൊരു നടനും കൂടിയാണ്. പുള്ളിക്കാരൻ നല്ല ക്യാരക്ടർ റോളുകൾ എടുത്ത് അഭിനയിച്ചാൽ മതി. എന്തിനാണ് ഇതുപോലെ സ്ഥിരം ഇതൊക്കെ ആസ് യൂഷ്വൽ മൂപ്പര് ചെയ്ത് വേസ്റ്റായി കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനില്ല ഇമ്മ. അത് പിന്നെ മൂപ്പര് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവരണം. എന്തിനാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തിനോ വേണ്ടി ഒരു പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, DD നെക്സ്റ്റ് ലെവൽ എന്നും പറഞ്ഞുകൊണ്ട്. ഒരു കാര്യമില്ലാത്തൊരു പടം, നത്തിങ് ഗുഡ്, ഒന്നുമില്ല. ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ കുറേ ആക്ടേഴ്സ് ഉണ്ട്, ഒരു കാസ്റ്റ് ഉണ്ട് ഈ പടത്തിൽ. ഈ പടത്തിൽ ആരെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, ഈ സിനിമയിൽ അഭിനയിച്ചവരാരൊക്കെയെന്ന് പറയാം: സന്താനം, ഗൗതം വാസുദേവൻ, സെൽവരാഘവൻ, ഒട്ടരാജേന്ദ്രൻ, യാഷികാനന്ദ്, റെഡിൻ കിങ്സ്ലി. അങ്ങനെ ഒരു പടം ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്തിനാണ് വരുന്നതെന്ന് പോലും അവർക്ക്. സെൽവരാഘവനും ഗൗതം വാസുദേവനും നല്ല ഡയറക്ടർമാരാണ്, നല്ല ആക്ടേഴ്സാണ്. ഓരൊക്കെ ഇതിൽ കാട്ടി വെച്ചണ കോലം കണ്ടാണ്ടല്ലോ. എന്തെങ്കിലും ഒരു നല്ലത് പറയുക സിനിമയിലില്ല. അവിടെ ആയിട്ട് ചില കോമഡികൾ വർക്കാവുന്നുണ്ട്. അത് 100 കൗണ്ടർ പറയുമ്പോൾ 10 പോലും വർക്കാവണില്ല എന്നുള്ള അവസ്ഥയിൽ വരുന്ന കുറച്ച് കോമഡികൾ വർക്കാവുന്നുണ്ട്. ഞാനൊരു ഹൊറർ കോമഡി കാണാൻ പോയ പടം, എന്നിട്ട് ഇത് കണ്ടിട്ട് എനിക്ക് ചിരിക്കാനും തോന്നുന്നില്ല, പേടിക്കാനും തോന്നുന്നില്ല. എന്തിനാന്ന് കയറിയെന്ന് തോന്നി. നിങ്ങളിതൊന്ന് പോയി കണ്ടോക്കി എന്താ പാടുന്ന്, എന്നിട്ട് നിങ്ങളെ അഭിപ്രായം നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയും.